നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ലൈവ് വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ നാൾ ഒന്ന് ഒഴിഞ്ഞു നിൽക്കാം എന്ന് വിചാരിച്ചത് മാത്രമാണ് ഈ ഒരു ആബ്സൻസിന് കാരണം. ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും വളർന്ന് വലുതായ ഒരു രാജ്യത്ത് ചില സങ്കുചിത താല്പര്യക്കാരുടെ ഭരണത്തോടുകൂടി കേരളം ഇത്രയും അധപ്പതിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ഒരു വിരമിച്ച സൈനികൻ എന്ന നിലയിൽ ഇന്നിത് പറഞ്ഞില്ലെങ്കിൽ നാളെ ഈ സംസ്ഥാനത്ത് ഉടലെടുക്കുന്ന വിദ്രോഹം വളരെ വലുതാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ലൈവിലേക്ക് വരുന്നത്. കളമശ്ശേരിയിൽ NCC ക്യാമ്പിൽ കുറേ വിദ്രോഹികൾ കയറി പട്ടാളത്തെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഞടുക്കത്തോടുകൂടി അത് ഏതൊരു പട്ടാളക്കാരനും കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പട്ടാളത്തിനെ പോലും ആക്രമിച്ചിട്ട് ഇവിടെ ചോദിക്കാനും പറയാനും ഒരു പട്ടാളക്കാരൻ പോലും ഇല്ലല്ലോ എന്നുള്ള ദുഃഖകരമായ സത്യം മനസ്സിലാക്കുന്നിടത്താണ് ഇന്ന് കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത്. കുറേ വിദ്യാർത്ഥികൾ, ഒരു 200 അതിൽ കൂടുതലോ വിദ്യാർത്ഥികളെ ഭാവിയുടെ സുരക്ഷിതത്വം കയ്യിലേൽപ്പിക്കാൻ പട്ടാള ചിട്ടയോടുകൂടി അവരെ വളർത്തിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ വാർത്തെടുക്കുമ്പോൾ അവിടെ കയറി ചില വിദ്യാർത്ഥി സംഘടനയിലെ ചില ഭാഗ്യലക്ഷ്മിമാർ അവിടെ തുള്ളിയ ആ തുള്ളൽ നാടകം ഇന്ന് ലോകമെങ്ങും ചർച്ചാ വിഷയമാണ്. കേരളത്തിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്താ മാധ്യമങ്ങളും പ്രിന്റ് മാധ്യമങ്ങളും ഒക്കെ നമ്മളെ വഴിതിരിച്ചു വിടുമ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വളരെ വിചലിതമാണ്. ക്രിസ്മസ് അവധിക്ക് വേണ്ടി ചില കുട്ടികൾ കളിച്ച നാടകം ഭക്ഷ്യ വിഷബാധ എന്ന പേരിൽ നാടെങ്ങും കോലാഹലം ആക്കിയപ്പോൾ അവിടെ കയറിയിറങ്ങിയ ചില തീവ്രവാദ സ്വഭാവമുള്ളവർ ആ ക്യാമ്പിനകത്ത് ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിക്കുകയായിരുന്നു. ഒരു ലഫ്റ്റനന്റ് കേണൽ കർണയിൽ സിംഗ് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നു. അവരുടെ കൂടെയുള്ളവരെ ആക്രമിച്ചിരിക്കുന്നു. ഒന്നും തിരിച്ച് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇന്ന് ഇന്ത്യൻ പട്ടാളം ഇത്രയും ദയനീയ സ്ഥിതിയിൽ ആയോ എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ചിലപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിനെ പേടിച്ചായിരിക്കും. പക്ഷേ ഒരു പട്ടാളക്കാരന് അവൻ രാജ്യത്തിന് ജീവൻ സമർപ്പിക്കുമ്പോൾ അവൻ ഏത് റൈറ്റ്സിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. തൂക്കുകയർ കഴുത്തിൽ വീണാലും രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ജവാന് തന്നെ എതിർക്കാൻ വരുന്നവരുടെ മുന്നിൽ പ്രതിരോധിക്കാനും അവരെ തിരിച്ചാക്രമിക്കാനും അവന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കളമശ്ശേരി പോലെയുള്ള ഒരു തീവ്രവാദം കൊടുമ്പിരി കൊള്ളുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ യഥാർത്ഥ ചരിത്രം എടുത്തു നോക്കിയാൽ വാർത്താ മാധ്യമങ്ങൾ ഒന്ന് അവലോകനം ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചില തീവ്രവാദ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാർ അഴിഞ്ഞാടുമ്പോൾ അതിനെ നോക്കി നിന്ന് പരിഹസിച്ച് ഒരു സംസ്ഥാന ഭരണകൂടം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തെ പ്രതിഷേധം അറിയിക്കുവാനും വരുമ്പോൾ അവരെ അടിച്ച് ഉടച്ച് ആക്രമിക്കുന്ന പോലീസുള്ള ഈ നാട്ടിൽ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ശരീരം കത്തുന്നത് പോലെയാണ് തോന്നുന്നത്. ഇന്ത്യൻ പട്ടാളത്തെ, ഇന്ത്യയുടെ സമ്പത്തിനെ തൊട്ട് കഴിഞ്ഞാൽ അവരെ വെറുതെ വെച്ചേക്കില്ലെന്നുള്ള ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആ ട്രെയിനിങ്, ചിട്ടയോടുകൂടിയ പരിശീലനം നാം ഓർക്കേണ്ടതുണ്ട്. ഇന്നിവിടെ ഇന്ത്യൻ പട്ടാളത്തിൽ നിന്ന് വന്ന ചില കലാകാരന്മാരുടെ വിമുക്ത സേന സമിതിയോ പരിഷത്തോ ഏതാണ്ടൊക്കെ ഒത്തിരിയുണ്ട്. ഇതൊക്കെ കൂടെ കൂടി എല്ലാ മാസവും പലയിടത്തും കൂടുന്ന സമ്മേളനങ്ങൾ, അവരൊന്നും ഇത് കണ്ടില്ലേ എന്നാണ് സംശയം. ഒരു യൂണിയനോ ഒന്നുമില്ലാതെ പട്ടാളത്തിൽ ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഇവിടെ യൂണിയൻ ഉണ്ടാക്കുന്ന ചില സ്ഥാനമോഹികൾക്ക് ഇതൊന്നും കാണുവാൻ സമയമില്ല. ഇതിന് ഇവിടെ പ്രതികരിച്ചില്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ചില ചുതികൾ നമുക്ക് പിന്നീട് വളരെ ആപത്കരമായി മാറും എന്ന് കണക്ക് കൂട്ടുക. ഇവിടെ പ്രതികരിച്ചാൽ അത് ഡിഫൻസ് മിനിസ്ട്രിയും കേന്ദ്ര ഗവൺമെൻറ്റുമൊക്കെ കണ്ണു തുറന്ന് കാണും. സംസ്ഥാന ഗവൺമെൻറ്റിന് അവരുടെ ചിട്ടവട്ടമായ ചില ആരോഗ്യകരമായ ആക്ഷൻ എടുക്കേണ്ടി വരും.
പക്ഷേ ഒരു പട്ടാളക്കാരനെ സ്വന്തം രാജ്യത്ത് ആക്രമിക്കാൻ തുനിയുന്നവരെ അവരെ വെറുതെ വിടല്ലെന്നാണ് ഒരു വിരമിച്ച സൈനികനായ എൻ്റെ അപേക്ഷ. പ്രതികരിക്കാൻ പേടിക്കുന്ന ഇന്നത്തെ ചില സമൂഹം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഇന്നത്തെ ചില സമൂഹം, അവർക്കൊക്കെ രാഷ്ട്രീയ മേലാളന്മാരായി കസേരയിൽ കയറിയിരിക്കുവാൻ വേണ്ടി തുണിത്തരങ്ങൾ തുന്നിത്തയ്ച്ച് തയ്യാറായിരിക്കുമ്പോൾ അവർക്ക് പ്രതിരോധിക്കാൻ വകയുണ്ടാവില്ല. വൈകിട്ട് മാധ്യമങ്ങളിൽ വന്ന് വലിച്ചു കീറി ഗീർവാണം വിടുന്ന ചില മാധ്യമ ദാതാമാരുണ്ട്, അതിനിടയിൽ പട്ടാളക്കാരുമുണ്ട്. ഇവരൊക്കെ വലിയ കഥകൾ 71-ലെയും 61-ലെയും 65-ലെയും ഒക്കെ കഥകൾ പടച്ചുവിടുമ്പോൾ ഒരു യുദ്ധം പോലും ചെയ്യാതെ ചില സിഗ്നൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ചില വണ്ടി ഓടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലും സ്റ്റോറുകൾ ഒക്കെ സർവീസ് ചെയ്ത് വന്നിട്ട് വലിയ വലിയ ധീരഗാഥകൾ പടച്ചുവിടുമ്പോൾ അവർ യഥാർത്ഥ സൈന്യത്തിൻ്റെ ശക്തി എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ഡ്യൂട്ടി ചെയ്ത ഓരോ പട്ടാളക്കാരനും മനസ്സിലാവും. ഇവിടെ പട്ടാളത്തിനെ തരംതിരിക്കാൻ ഇറങ്ങിത്തിരിച്ച ചില പട്ടാളക്കാരുണ്ട്. അത് ആർമിയാണോ, നേവിയാണോ, എയർഫോഴ്സ് ആണോ, അല്ലെങ്കിൽ BSF ആണോ, ITBP ആണോ എന്നൊക്കെ ചികഞ്ഞു നടക്കുന്ന ചില വൻകിട അധിക്ഷേപ രാഷ്ട്രീയത്തിനും അധിക്ഷേപ വ്യക്തിത്വത്തിനും ഉടമയായവർ. ഇന്ന് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ തല്ലിച്ചതച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെ നേരിടാൻ, ആ വെല്ലുവിളിയെ നേരിടാൻ ഏതൊരു വിരമിച്ച സൈനികനും അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഭാരതത്തിൻ്റെ സൈനികൻ്റെ പുറത്ത് ഒരു മണൽത്തരി വലിച്ചെറിഞ്ഞാൽ ആ മണൽത്തരിയെ തടുക്കാൻ നമുക്കാകണം. അവിടെയാണ് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് അവർക്ക് നാം ചെയ്യുന്ന സഹായം എന്ന് ഓർത്തിരിക്കണം. രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ് ഓരോ സൈനികനും. അതുപോലെ തന്നെ വിരമിച്ച സൈനികനും അവൻ പെൻഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇന്നും രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് തന്നെയാണ്. ഓരോ പട്ടാളക്കാരനെയും, ഓരോ വിരമിച്ച പട്ടാളക്കാരനെയും അധിക്ഷേപിക്കുന്നവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ അവിടെ ചോദ്യം ചെയ്യുക, അവൻ്റെ നാവ് വലിച്ചെടുക്കുക. അതാണ് ഒരു പട്ടാളക്കാരൻ ചെയ്യേണ്ടത്. പട്ടാള ക്യാമ്പിൽ കയറി NCC കേഡറ്റുകളെ അധിക്ഷേപിക്കുന്ന ചില വൃത്തികെട്ട സമൂഹങ്ങൾ, അവിടെ രാഷ്ട്രത്തിൻ്റെ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന പരിശീലനം അത് വെറും വ്യക്തിഹത്യ ചെയ്ത് അവരെ അധിക്ഷേപിച്ച് അവരെ ലൈംഗികരം ചുവയോടെയുള്ള അസഭ്യങ്ങൾ പറയുന്ന ചില വൃത്തികെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ അവളെയൊക്കെ പിടിച്ച് വലിച്ചു കെട്ടി ജയിൽ തുറങ്കിൽ അടയ്ക്കണം. ഇവരൊക്കെയാണ് നാളെ രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരായി വരുന്നത്. ഇവിടെ കേരളത്തിൽ ചോദിക്കാനും പറയാനും ആളില്ലാതിരിക്കുമ്പോൾ ഒരു കേന്ദ്രത്തിൽ, അതിന് ഏത് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളോ ആയിക്കോട്ടെ, ഏത് കേന്ദ്ര ഗവൺമെൻറ്റോ ആയിക്കോട്ടെ, പക്ഷേ പട്ടാളത്തിനെ തൊട്ട് കളിച്ചാൽ ആ സംസ്ഥാന ഗവൺമെൻറ്റിനെ തന്നെ എടുത്തു കളയേണ്ട കാലം അധികരിച്ചു എന്ന് മനസ്സിലാക്കണം. നല്ലൊരു കേന്ദ്ര ഗവൺമെൻറ് എന്ന് പേര് വീഴുമ്പോൾ ഇന്ത്യയിലെ 1, 2, 3 സ്റ്റേറ്റുകളിൽ നടമാടുന്ന ഇത്തരം വൃത്തിഹീനമായ അന്തരീക്ഷം ബംഗാളും കേരളവും മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ നിയന്ത്രിക്കാനും നിലനിർത്തി നിർത്താനും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കഴിയണം. അതിന് ഇന്ത്യൻ പട്ടാളത്തിനെ തുറന്ന് വിടുക തന്നെ ചെയ്യണം. ഇതിന് ഒന്നും വയ്യാങ്കിൽ ഒരു വിരമിച്ച അതിർത്തി രക്ഷാസേനാംഗം എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, എൻ്റെ അതിർത്തി രക്ഷാസേനയെ ഒന്ന് തുറന്നു വിടൂ, ഇവിടുത്തെ ഈ ഉഗ്രവാദികളെ അവർ നേരിട്ട് കൈകാര്യം ചെയ്ത് കാണിച്ചു തരും. ഇത്രയും വൃത്തിഹീനമായ ഒരു സംസ്ഥാന അന്തരീക്ഷത്തെ കേന്ദ്ര ഗവൺമെൻറ്റിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണുള്ളത്? ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ, ഒരു സംഘടനയും നോക്കാതെ, ഒരു പട്ടാളക്കാരൻ്റെ ചിട്ടവട്ടമായ ട്രെയിനിങ് ചെയ്തതുകൊണ്ട് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. തീർച്ചയായും ഭാരതത്തിൻ്റെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് കേരളത്തിലും ഭാരതത്തിലുമുള്ള എല്ലാ വിമുക്ത സൈനികരും അതോടൊപ്പം സൈനികരും ഒക്കെ ഈ ലഫ്റ്റനൻ്റ് കേണലിനെ ഉപദ്രവിച്ച ആ വൃത്തികെട്ട സമൂഹത്തിനെ പിടിച്ചുകെട്ടി ജയിൽ തുറങ്കിലടച്ച് അവർക്ക് ശിക്ഷ കൊടുക്കുന്നതുവരെ പ്രതികരിക്കണമെന്നാണ് എൻ്റെ വിനീതമായ ഒരു സൈനികൻ്റെ വിനീതമായ അഭ്യർത്ഥന. വിരമിച്ചുവെങ്കിലും രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലെങ്കിലും ഇന്നും രാഷ്ട്രത്തിനൊരാപത്ത് വന്നാൽ അവിടെ ഓടിയെത്താൻ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ഒരു സൈനികൻ തന്നെയാണ് ഞങ്ങളും. ഞങ്ങളെ അത്ര പിറകോട്ടൊന്നും മാറ്റി നിർത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. ഇന്നും അതേ നെഞ്ചുറപ്പോടെ, അതേ കൈക്കരുത്തോടെ, അതേ മെയ്ക്കരുത്തോടെ മുന്നിൽ നിൽക്കാൻ ഞങ്ങളുണ്ടാകും. ഒരു സൈനികൻ്റെ പുറത്തു തൊട്ടാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയിക്കോട്ടെ, അവളെയും തുറങ്കിൽ അടച്ചില്ലെങ്കിൽ ഈ വരാൻ പോകുന്ന കാഴ്ച സൈനികർ ഭരണാധികാരികൾക്ക് കാണിച്ചു തരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഭരണത്തിൻ്റെ തലപ്പത്തിരുത്തുന്നത് രാഷ്ട്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്.
രാഷ്ട്രത്തിൻ്റെ സമ്പത്തിനെ തൊട്ടുകളിച്ചാൽ അത് നോക്കിയിരുന്ന് ഉറക്കമുറങ്ങി ശമ്പളം മേടിച്ച് ഭരിക്കാമെന്ന് വിചാരിച്ചാൽ അതിനി ഇവിടെ നടക്കില്ല. കേരളമാകട്ടെ ഏത് സ്റ്റേറ്റും ആകട്ടെ, ഒരു പട്ടാളക്കാരൻ്റെയോ ഒരു പോലീസുകാരൻ്റെയോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെയോ ശരീരത്തിൽ ഒരു പോറൽ വീണാൽ അത് ചോദിക്കാൻ വിരമിച്ച സൈനികർ ഇവിടെ ഉണ്ടാകും, ഞങ്ങളുണ്ടാവും. അതിന് ഒരു പരിഷത്തോ ഒരു സമിതിയോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ എന്നും ഒറ്റക്കെട്ടായിരിക്കും. അത് ദേശീയ പതാകയുടെ ചുവട്ടിൽ ഞങ്ങൾ അണിചേരുക തന്നെ ചെയ്യും. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലോ ഒരു സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടന കീഴിലോ ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ വ്യക്തിപരമായി രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിനുശേഷമേ സംഘടനയോ സാംസ്കാരിക സംഘടനയോ രാഷ്ട്രീയ പാർട്ടിയോ ഉണ്ടാവുകയുള്ളൂ. സർക്കാരിൻ്റെ പെൻഷൻ മേടിക്കുന്ന ഞങ്ങളൊക്കെ രാഷ്ട്രത്തിൻ്റെ ഏതൊരാവശ്യത്തിനും ഇന്നും ഒപ്പമുണ്ട് എന്ന് തന്നെ എല്ലാവരും കാണുക തന്നെ വേണം. ഇനി ഇതുപോലെ ഒരു വൃത്തികെട്ട സംഭവം ഈ നാട്ടിലുണ്ടായാൽ അതിനെ ചോദ്യം ചെയ്യാൻ അത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചായാലും ഞങ്ങളൊപ്പമുണ്ടാവും. ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ പാർട്ടിയുടെ മേലധികാരികൾക്ക്, മേലാളന്മാർക്ക്, അവർക്ക് യാത്ര ചെയ്ത് സുഖിച്ച് പണം ചെലവാക്കി ആർഭാട വ്യവസ്ഥയിൽ നടക്കുവാനല്ലാതെ ഒരു സാധാരണക്കാരൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ സാധിച്ചിട്ടുള്ളതാണ് സത്യം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആകട്ടെ. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ നടമാടുന്നത്. കളമശ്ശേരി എന്ന സ്ഥലത്ത് അവിടുത്തെ വ്യക്തിപരമായ രീതിയിൽ എൻ്റെ അഭിപ്രായം, അവിടെ ഒന്ന് മൊത്തത്തിലൊരു സർവേ നടത്താമെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ യഥാർത്ഥ രൂപം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ രാഷ്ട്രത്തിൻ്റെ പുറത്തുനിന്നുള്ള വിദ്രോഹികൾ വരെ അവിടെ താമസിക്കുന്നു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ചെറിയൊരു സംഭവത്തിൽ ഒരു ആർമി ബാരിക്കേഡിനെ പൊട്ടിച്ചുകൊണ്ട്, അവരുടെ കാവൽക്കാരെ പൊട്ടിച്ചുകൊണ്ട് അകത്ത് കയറി ഒരു ആർമി ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വില കുറച്ച് കാണരുത്. നാളെ രാഷ്ട്രത്തിൻ്റെ ദേശീയ പതാകയുടെ പുറത്ത് കാണിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ഇത്തരം വൃത്തികെട്ട ഹീന ജന്തുക്കൾ ഇനിയും നമ്മുടെ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു പാകിസ്ഥാനോ ഒരു ചൈനയോ ഒരു ബംഗ്ലാദേശോ ഒന്നുമല്ല ശത്രുക്കൾ. നിങ്ങളുടെ കൂടെ സഹകരിക്കുന്ന, നിങ്ങളോടൊപ്പം നടക്കുന്ന, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കാത്ത, നിങ്ങളെ വൃത്തികെട്ട ജാതിയായി കാണുന്ന ചില സമൂഹങ്ങൾ ഈ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. വളരെ വിധ്വംസപരമായ ഇത്തരം ഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ് ഓരോ സൈനികനും, ഓരോ വിമുക്ത സൈനികനും, ഈ നാട്ടിലെ ഓരോ ജനങ്ങളും തിരിച്ചറിഞ്ഞ് അവരെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകൾ വളരെ ഭയാനകമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വിരമിച്ച സൈനികൻ്റെ ദുഃഖം വ്യക്തമാക്കിക്കൊണ്ട് ഇനി ഒരു പട്ടാളക്കാരനെ തൊട്ട് കഴിഞ്ഞാൽ അത് എല്ലാവരും കൂടി ചേർന്ന് അതിനെതിരെ പോരാടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം.